പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക്, യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഞാൻ അതിയായി ദൈവത്തിൽ ആശ്രയിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിലാണ്. 30 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇനിയും നമ്മൾ പുതിയ ഈ എപ്പിസോഡിലേക്ക് ദൈവത്തിൻ്റെ വചനം ആഴമായി ഗ്രഹിക്കാനുള്ള ഈ പരിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. പരിശുദ്ധ മാതാവ് വചനത്തെ മാംസമാക്കി ലോകത്തിന് തരാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മ ഈ വചന പഠനത്തിന് നമ്മെ സഹായിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൻ്റെ തുടക്കമായിട്ട് കണ്ടു വേണം വ്യാഖ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ അറിയപ്പെടുന്നത് ജെറുസലേം ഡിബേറ്റ് എന്നാണ്. ജെറുസലേം ഡിബേറ്റിൻ്റെ 1-ാം ഭാഗം. ഇനി 39 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ജെറുസലേം ഡിബേറ്റിൻ്റെ 2-ാം ഭാഗം. ഇനി 48 മുതൽ ബാക്കി അവസാന വാക്യം വരെ 58 വരെയുള്ള വാക്യങ്ങൾ ജെറുസലേം ഡിബേറ്റിൻ്റെ 3-ാം ഭാഗം. ജെറുസലേം ഡിബേറ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ഭാഗത്ത് യഹൂദരും യേശുവും തമ്മിലുള്ള പിരിമുറുക്കം കൂടുകയും സംഘർഷം ഉയരുകയും അത് ഏതാണ്ട് യേശുവിനെ കൊല ചെയ്യാൻ അവർ ഉരുമ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ സംഘർഷം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് യേശുവും യഹൂദരും തമ്മിലുള്ള വാഗ്വാദം, വാദപ്രതിവാദം, യേശു പറയുന്ന വാക്കുകൾ അവരിലുണ്ടാക്കുന്ന ആശയക്കുഴപ്പം, അതവർ യേശു ദൈവദൂഷണം പറയുന്നു എന്ന അവസ്ഥയിലേക്ക് അവരെ ചിന്തിപ്പിക്കുന്ന സാഹചര്യം, ഇതെല്ലാം യേശുവും യഹൂദരും തമ്മിലുള്ള, ജെറുസലേമിലെ യഹൂദരും തമ്മിലുള്ള ടെൻഷൻ മുറുകുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ മുതലാരംഭിക്കുന്നത്. അതിനേതാണ്ട് 3 ഭാഗങ്ങളുണ്ട്. അതാണ് ഞാൻ ജെറുസലേം ഡിബേറ്റ് 1, 2, 3 എന്ന രീതിയിൽ പറയാനായിട്ട് പരിശ്രമിച്ചത്. നമ്മളതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് വായിക്കുന്നത്. 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. 31 മുതൽ 36 വരെയാണ് ജെറുസലേം ഡിബേറ്റിൻ്റെ ആദ്യ ഭാഗം. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ ഭാഗം യേശു പറയുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദരോടാണ്. എന്ന് പറഞ്ഞാൽ ഈശോ അതിന് തൊട്ടു മുമ്പത്തെ ഭാഗം നാം വായിച്ചു വന്നപ്പോൾ നാം മനസ്സിലാക്കിയിരുന്നു, യേശുവിൻ്റെ ഈ സംസാരം ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് ഫരിസേയരോടായിരുന്നു. അപ്പോൾ ഫരിസേയരിൽ ചിലർ ഇപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നതാണ് ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് മാത്രമായി യേശു പറയുന്ന വചനങ്ങളാണ് ഇവ. യേശു 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ എൻ്റെ ശിഷ്യരാണ്. ശിഷ്യരാകുന്നത് എൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ്. എപ്പോഴോ ഒരിക്കൽ യേശുവിന് നൽകിയ ഒരു സമർപ്പണമല്ല ഒരു വ്യക്തിയെ യേശുവിൻ്റെ ശിഷ്യനാക്കി മാറ്റുന്നത്, മറിച്ച് നിരന്തരമായി യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണത്. അതായത് ശിഷ്യത്വത്തിൻ്റെ അന്തർധാര വചനധ്യാനമാണ്. അല്ലെങ്കിൽ കുറെ കൂടി വ്യക്തമായി, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യേശുവിനെ നിരന്തരം കേൾക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ അന്തർധാര, അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ ആധികാരികത. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ശിഷ്യരാണെന്ന് പറയണമെങ്കിൽ
അതിനൊരു വ്യവസ്ഥ വചനം പറയുന്നത് നാം യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരാശയമാണ്. യേശുവിൻ്റെ ശിഷ്യർ ആരാണ്? യേശുവിനെ അനുഗമിക്കുന്നവരാണ്, യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. പിന്നാലെ പോവുക മാത്രമല്ല, യോഹന്നാനോട് ഒരു പടി കൂടി കടന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശിഷ്യത്വത്തിൻ്റെ തലമാണിത്. യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക, യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, യേശുവിൻ്റെ വാക്കുകൾ ധ്യാനിക്കുക, യേശു പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, കുറെ കൂടി ആഴത്തിൽ പറഞ്ഞാൽ, യേശുവിൻ്റെ മനസ്സറിയുക, യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, യേശു എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്താണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാട്, എന്താണ് ഒരു വിഷയത്തിലെ യേശുവിൻ്റെ നിലപാട്, യേശു ആയിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു, ഈ സന്ദർഭത്തിൽ യേശു ആയിരുന്നെങ്കിൽ എങ്ങനെയാവും ആ വ്യക്തിയോട് സംസാരിക്കുക, ഇതെല്ലാമാണ് യേശുവിൻ്റെ മനസ്സറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതായത് യേശു എങ്ങനെ ചിന്തിക്കും, യേശു എങ്ങനെ പ്രതികരിക്കും, യേശു എങ്ങനെ പ്രവർത്തിക്കും തുടങ്ങിയ കാര്യങ്ങൾ നാം തിരിച്ചറിയുന്നത് എവിടെ നിന്നാണ്? യേശുവിൻ്റെ വചനത്തിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ശിഷ്യത്വത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തലം, യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നതാണ്. ഇതാണ് ജെറുസലേമിൽ വെച്ച് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറയുന്ന ആദ്യത്തെ കാര്യം, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. രണ്ടാമത്തെ കാര്യം ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ സത്യം അറിയും. കാരണം യേശുവിൻ്റെ വചനമാണ് സത്യം, യേശുവാണ് സത്യം. വഴിയും സത്യവും ജീവനും യേശു ആയതുകൊണ്ട്, യേശുവിലാണ് സത്യം എന്നുള്ളതുകൊണ്ട്, യേശു അരുളി ചെയ്യുന്ന വാക്കുകൾ സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വചനത്തിൽ ഒരു വ്യക്തി നിലനിൽക്കുമ്പോൾ ആ വ്യക്തി സത്യത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇത് വളരെ വിപ്ലവാത്മകമായ ഒരു പ്രസ്താവനയാണ്. അതായത് നിങ്ങളെൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ സത്യം അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മൾ ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭ താളുകളിലേക്ക് കടന്നു ചെന്നാൽ, എന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ചെന്നാൽ, അസ്വാതന്ത്ര്യം മാനവകുലത്തിന് ആരംഭിക്കുന്നത്, ദൈവത്തെ മനുഷ്യന് ഭയമാകുന്നത്, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ലജ്ജിച്ച് ഓടി അകലുന്നത്, ലജ്ജയും ഭയവും മനുഷ്യനെ പിടികൂടുന്നത് പാപത്തിന് ശേഷമാണ്. ഏദൻ തോട്ടത്തിലെ ആ ആദി പാപം ഒരു നുണ വിശ്വസിച്ചതായിരുന്നു, ഒരസത്യം വിശ്വസിച്ചതായിരുന്നു. ആ അസത്യം വിതച്ചത് സാത്താനായിരുന്നു. സാത്താൻ വിതച്ച നുണ അഥവാ അസത്യം വിശ്വസിച്ചപ്പോഴാണ് മനുഷ്യന് തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമായത്. ദൈവത്തിന് മുമ്പിൽ ഒരു നിരന്തര പരിചയത്തോടെ ഓടിച്ചെല്ലാൻ കഴിയുന്ന ആ സ്വാതന്ത്ര്യം മനുഷ്യന് നഷ്ടപ്പെടുകയും, ദൈവത്തിൻ്റെ പാദപതനങ്ങൾ ഏദൻ്റെ കന്നിമണ്ണിൽ കേൾക്കുമ്പോൾ ആദം വൃക്ഷത്തിൻ്റെ മറവിലേക്ക് സ്വയം പിൻവലിയും ചെയ്യുന്ന തരത്തിലുള്ള അസ്വാതന്ത്ര്യം മനുഷ്യന് രൂപപ്പെടുന്നത് പാപത്തിന് ശേഷമാണ്. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുത്തത് നുണയാണ്, അസത്യമാണ്. അതിൻ്റെ മറുമരുന്നാണ് യേശുവിലൂടെ വരുന്ന സത്യം, യേശുവിൻ്റെ വചനം. ഈശോ പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വചന പ്രഘോഷണ യാത്രക്കിടയിൽ 10,000 ജീവിതങ്ങളിലൂടെ ഈ സത്യം ഞാൻ വളരെ ആധികാരികമായും അനുഭവപരതയിലും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണിത്. അതായത് ഈ എഴുതപ്പെട്ട വചനം അഥവാ ബൈബിൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ വചനം 10,000 മനുഷ്യരെയും കുടുംബങ്ങളെയും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ദുഃഖത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ലജ്ജയിൽ നിന്ന്, പാരതന്ത്ര്യത്തിൽ നിന്ന്, വഴക്കുകളിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന്, ജീവിതത്തെക്കുറിച്ചുള്ള വളരെ മോശപ്പെട്ട കാഴ്ചപ്പാടുകളിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന്, ഈ അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നെല്ലാം ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ശംഖുനാദം മുഴക്കിയ ദൈവത്തിൻ്റെ വചനം. ഇത് എൻ്റെ അനുഭവമാണ്, നിങ്ങളുടെ അനുഭവമാണ്.
ദൈവവചനം നമ്മളെ സ്വതന്ത്രരാക്കും. ഇതാണ് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. രണ്ട്, അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ സത്യം വിശ്വസിക്കാത്തതാണ് അസ്വാതന്ത്ര്യത്തിൻ്റെ കാരണം. അവിടെ ഈ ജനത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? ഈശോ സത്യത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചുമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഈ സത്യ അസത്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരൊരു നുണ പറയുകയാണ്. ഇവർ പറയുന്നതിനകത്ത് സത്യമില്ല. ഇവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് എന്നതുവരെ സത്യമാണ്. അടുത്ത വാചകം എന്താണ്? ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. നുണയല്ലേ അത്? ഇവർ ഈജിപ്തിലെ ഫറവോയുടെ അടിമകളായിരുന്നു. ഇവർ ബാബിലോണിൽ അടിമകളായിരുന്നു. ഇവർ പേർഷ്യക്കാരുടെ അടിമകളായിരുന്നു. ഇവർ ഗ്രീക്കുകാരുടെ അടിമകളായിരുന്നു. ഇപ്പോൾ ഇതാ ഇവർ റോമാക്കാരുടെ അടിമകളാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ ആരുടെ അടിമകളായിരുന്നിട്ടില്ല. അത് വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയാണ്. ഞങ്ങൾ ആരുടെ അടിമകളായിരുന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ. യോഹന്നാനിൽ ആവർത്തിച്ച് കാണുന്ന ഒരു ഭാഷാപ്രയോഗമാണിത്. ആമേൻ ആമേൻ. ട്രൂലി ട്രൂലി, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ആ പ്രസ്താവനയുടെ ഗൗരവവും പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രയോഗമാണത്. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഇത് ലോകത്തിൽ യേശുവിൻ്റെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ട വളരെ വിപ്ലവാത്മകമായ ഒരു പ്രസ്താവനയാണിത്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നിങ്ങളെ ഗവൺമെൻറ്റുകളല്ല, പ്രത്യയശാസ്ത്രങ്ങളല്ല, നിങ്ങളെ മനുഷ്യരല്ല, നിങ്ങളെ വ്യവസ്ഥിതികളല്ല അടിമകളാക്കുന്നത്, മറിച്ച് എല്ലാ മനുഷ്യൻ്റെയും എല്ലാ അടിമത്തങ്ങളുടെയും അടിയിലേക്ക് അരിച്ചിറങ്ങി ചെല്ലുമ്പോൾ കണ്ടെത്തുന്ന ആ അടിമ നുകം വെക്കുന്നത് പാപം എന്ന ആ യജമാനനാണ്, പാപം എന്ന ആ അടിമത്തമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം? നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വതന്ത്രരാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ സ്വതന്ത്രരാണോ? എന്താണ് സ്വാതന്ത്ര്യം? പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ്, അതാണ് സ്വാതന്ത്ര്യം. നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. അതായത് നന്മ ചെയ്യാൻ സ്വാഭാവികമായി തന്നെ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എപ്പോഴും നന്മ ചെയ്യുക, അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അത് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പുറകിലേക്ക് പിടിക്കുന്ന ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ. നമുക്ക് വളരെ സ്വാഭാവികമായി സ്വാതന്ത്ര്യത്തോടെ നന്മ ചെയ്യാനുള്ള കഴിവ്, ഇതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. എന്നാൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? പൗലോസ് പറയുന്ന ഏറ്റവും വലിയ ആ മാനവകുലത്തിൻ്റെ സഹജ വിലാപം, സ്വാഭാവിക വിലാപം എന്താണ്? ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ തിന്മ ചെയ്തു പോകുന്നു. എല്ലാവരും പാപത്തിൻ്റെ അടിമകളാണ്, എല്ലാവരിലും പാപമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാപം നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം, നന്മ ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു. മാത്രമല്ല, നമുക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നു നമ്മൾ സ്വതന്ത്രരാണെന്ന്. എന്നാൽ ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും നാം അടിമത്തത്തിൻ്റെ ചങ്ങല, ഓരോ ചങ്ങല നമുക്ക് മീതെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരാൾ ചിന്തിക്കുന്നു, എനിക്ക് ഒരു ഗ്ലാസ് മദ്യം കുടിക്കണം, അത് കുടിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നെ ആരും തടയാൻ പാടില്ല. അങ്ങനെ അയാൾ ആദ്യത്തെ ദിവസം ഒരു ഗ്ലാസ് മദ്യം കുടിക്കുന്നു. അയാൾ കരുതുന്നു തനിക്ക് ഇഷ്ടമുള്ള ഈ കാര്യം ചെയ്യാൻ ഉള്ള തൻ്റെ ആ അവസ്ഥയെ, അതിനുള്ള ആ സ്വാതന്ത്ര്യമാണ് അയാളുടെ സ്വാതന്ത്ര്യമെന്ന് അയാൾ വിചാരിക്കുന്നു.
അങ്ങനെ അയാൾ ഒരു ഗ്ലാസ് മദ്യം കുടിക്കുന്നു. രണ്ടാമത്തെ ദിവസം അയാൾ രണ്ടാമത്തെ ഗ്ലാസ് മദ്യം കുടിക്കുന്നു. മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ദിവസം. ഈ ഒരു പ്രവൃത്തി ദിവസങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഒരിക്കലും മദ്യപിക്കാതിരിക്കാൻ കഴിയാത്ത വിധം ഓരോ ദിവസമായി ഇയാളുടെ മീതെ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ മുറുകിക്കൊണ്ടേയിരിക്കും. നാം സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിക്കുന്നത് പലതും നമ്മുടെ അടിമത്തമാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല, നിങ്ങളുടെ അടിമത്തമാണത്. അങ്ങനെ അല്ലാതാവാൻ നിങ്ങൾക്ക് കഴിയില്ല. മറിച്ച് നന്മ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെക്കൊണ്ട് അതിനുള്ള കഴിവില്ല. നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അതിന് പറ്റില്ല. എന്താണ് കാരണം? പാപം. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഓരോ തവണ പാപം ചെയ്യുമ്പോഴും നമ്മുടെ അടിമത്തത്തിൻ്റെ ചങ്ങല നമുക്ക് മീതെ മുറുകിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം? നന്മ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമാണത്. ആ സ്വാതന്ത്ര്യം നമ്മിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാക്കും. രണ്ടാമത്തേത് നന്മ ചെയ്യാനുള്ള കഴിവ് തരുന്ന സ്വാതന്ത്ര്യമാണത്. നന്മ ചെയ്യാനുള്ള കഴിവ് തരുന്ന സ്വാതന്ത്ര്യം. മൂന്നാമത്തേത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരാളാകാനും ഒരു ജീവിതം നയിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് നമുക്കില്ലാത്തത്. നന്മ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യം, നന്മ ചെയ്യാനുള്ള കഴിവ് നൽകുന്ന സ്വാതന്ത്ര്യം, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് നമുക്കുണ്ടോ? ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഗലാത്യ ലേഖനം പറയുന്നു, ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. നന്മ ചെയ്യാനുള്ള ഈ സ്വാതന്ത്ര്യത്തിലേക്ക്, നല്ലതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, എല്ലാവരോടും നന്നായി പെരുമാറാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്. അപ്പോൾ യേശു പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഇനി 35-ാമത്തെ വാക്യത്തിൽ ഈശോ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കും. അതായത് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അടിമയ്ക്ക് വീട്ടിൽ വസിക്കാൻ പറ്റില്ല. അടിമ എപ്പോഴും വീടിന് പുറത്താണ് വസിക്കുന്നത്. അടിമത്തം നമ്മളെപ്പോഴും വീടിൻ്റെ പുറത്തേക്കാണ് എത്തിക്കുന്നത്. അടിമത്തം നമ്മളെപ്പോഴും വെളിയിലാണ് നിർത്തുന്നത്. അതുകൊണ്ടാണ് ദൈവത്തോട് ചേർന്ന് നിന്ന് ആദം പാപത്തിൻ്റെ അടിമത്തം വന്നു കഴിയുമ്പോൾ മരത്തിൻ്റെ മറവിലേക്ക് മാറുന്നത്. അടിമത്തം നമ്മളെ എപ്പോഴും പുറത്താക്കുകയാണ്. പാപം എപ്പോഴും നമ്മളെ പുറത്ത് നിർത്തുകയാണ്. നമുക്ക് ഭവനത്തിൽ വസിക്കാൻ പറ്റില്ല. അതാണ് ധൂർത്തപുത്രൻ സ്വാതന്ത്ര്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അപ്പൻ തനിക്ക് തരാനുണ്ടായിരുന്ന അവകാശവും വാങ്ങി ദൂരദേശത്തേക്ക് പോയി കഴിയുമ്പോൾ അവൻ ഭവനത്തിൽ നിന്നാണ് പുറത്തു പോകുന്നത്. അപ്പോൾ അടിമയ്ക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. എന്നാൽ പുത്രനാണ് ഭവനത്തിൽ വസിക്കുന്നത്. പുത്രൻ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും, ഈശോ ഒരു ഉപമ പോലാണ് ഇത് പറയുന്നത്. അതായത് ഒരു വീട്, ആ വീട്ടിലെ ഉടമസ്ഥൻ്റെ, യജമാനൻ്റെ മകനുമുണ്ട്, അടിമയുമുണ്ട്. അടിമ വീട്ടിലല്ല, വെളിയിലാണ്. എന്നാൽ പുത്രൻ വീട്ടിലാണ്. സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് ദൈവഭവനത്തിലെ മക്കളാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാവുകയും ദൈവത്തിൻ്റെ മക്കളാവുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യാനുള്ള ഒരു കൃപാവരമാണ് ഈ വിശുദ്ധിയിലൂടെ, പാപമില്ലാത്ത അവസ്ഥയിലൂടെ ദൈവം നമുക്ക് തരുന്നത്. ദൈവത്തോട് ചേർന്ന് മൂവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇനി ഒരു കാര്യം കൂടി ഈശോദിനകത്ത് ചേർത്ത് വെക്കുന്നു. അതായത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അടിമകളാണ്, പാപത്തിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യമില്ല. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും എപ്പോഴാണ്? പുത്രൻ സ്വതന്ത്രരാക്കിയാൽ. രണ്ട് തരത്തിലാണ് ഈശോ അടിമയും പുത്രനും തമ്മിലുള്ള ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും, മാത്രമല്ല ദൈവപുത്രനാണ് താൻ എന്ന ക്ലെയിം കൂടി ഇതിനകത്ത് ഈശോ കൊണ്ടുവെക്കുന്നുണ്ട്. ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവപുത്രനായതുകൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ ആരാണ്? നിങ്ങൾ അടിമകളാണ്. ഞാൻ പുത്രനാണ്, ഞാൻ ഭവനത്തിൽ വസിക്കുന്ന ആളാണ്. ഞാൻ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്ന അർത്ഥം കൂടി ഈ ഉപമയ്ക്കകത്ത് ഈശോ നമ്മൾ അറിയാനായി അതിനകത്ത് ഈശോ വെക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ
നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പോൾ ഇത് ഈ 36 വരെയുള്ള വാക്യങ്ങൾ ജെറുസലേം ഡിബേറ്റ് നമ്പർ 1, ജെറുസലേം ഡിബേറ്റ് 1. ഇനി അടുത്തത് 37 മുതൽ 47 വരെ രണ്ടാമത്തെ ഭാഗമാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ദൈവം ഈശോ തരുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ, പാപത്തിൽ നിന്ന് മോചിതരാവാൻ, പാപം ക്ഷമിക്കപ്പെടാൻ, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ഒഴിവാക്കപ്പെടാൻ, ദൈവം തരുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമ്മൾ ഈശോ നമ്മളെ സ്വതന്ത്രരാക്കണം എന്ന സത്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ സ്വതന്ത്രരാണോ? എന്തെല്ലാം കാര്യങ്ങളുടെ കെട്ടുപാടിലാണ് നാം കിടക്കുന്നത്. സ്വാതന്ത്ര്യത്തോടെ ഒരു കാര്യം നമുക്ക് നന്മ ചെയ്യാനാവാത്ത വിധം നമ്മെ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുന്ന എല്ലാ അസ്വാതന്ത്ര്യത്തിൻ്റെ ബന്ധനാവസ്ഥകൾക്കും മോചനം തരാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. പുത്രൻ സ്വതന്ത്രരാക്കാൻ, പുത്രനെ ആശ്രയിക്കാം, പുത്രനെ സ്നേഹിക്കാം, പുത്രനോട് ചേർന്ന് ജീവിക്കാം. ഈശോ ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അവൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കുമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അവൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കർത്താവിൻ്റെ കൃപ നമ്മൾ ഈ എപ്പിസോഡിൽ പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് ഇപ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നമുക്കില്ല എന്ന സത്യം നമുക്ക് അംഗീകരിക്കാം. പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ വചനത്തിലൂടെ സത്യം അറിയാൻ പരിശ്രമിക്കുകയും ചെയ്യാം. നിങ്ങൾ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ വീണ്ടും എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവവചനം അനേകരിലേക്ക് എത്തിക്കാനുള്ള ചില കഠിനമായ യത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന നാളുകളിൽ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ നൽകപ്പെടും. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ സന്തോഷമായിട്ടിരിക്കുക, ആഹ്ലാദത്തോടെ ജീവിക്കുക, യേശുവിനെ പങ്കുവെക്കുക, പരമാവധി നന്മ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.